السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. മൈമൻ അക്കാഡമി നടത്തിറങ്ങത്തെ റമളാൻ ഖുർആൻ ക്ലാസ്സിലെ പൂണെട്ടാമത്തെ നാലിലേറ്റിക്കരുന്നങ്ങ് ഒരുമിച്ച് കൂടിയിട്ടില്ലേ. അല്ലാഹു തആല സ്വർഗ നരകത്തെ ബഗ്ಗೆಲ್ಲ വിശദീകരിച്ചിട്ട് സ്വർഗത്തെ ആൽമാര് ഏത് രൂപത്തിലുള്ള സുഖത്തിൽ ഇക്രാറുണ്ടും നരക്കത്തെ ആൽമാര് പಡ್ರಂಗಂತೆ കഷ്ടങ്ങ അങ്ങുകു അള്ളാഹുടെ ഭാഗത്തിൽ നിന്നുണ്ടാവുടങ്ങനത്തെ അതിതീവ്രമായിട്ടുള്ളങ്ങനത്തെ ഓരോ റിപ്ലൈങ് പലക്കങ്ങ അങ്ങനെ ಬಗ್ಗೆ ഇട്ടിക്കിരുന്നങ്ങ വിശദീകരിച്ചുകൊണ്ട് വന്നേ. അല്ലാഹു തആല നരക്കത്തെ ആൽമാരൊട്ടിಗೆ നരക്ക കാട്ടിട്ട് ഹാദിഹി ജഹന്നം അല്ലത്തി കുന്തും തുഅദൂൻ, നിങ്ങളൊട്ടിಗೆ എച്ചരിക്ക തന്നിട്ടുണ്ടങ്ങനത്തെ നരക്ക ഇതാ നിങ്ങളെ മുന്നിൽ എതിർಲು ಬಂದು നിன்று ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങ കാട്ടിയങ്ങനത്തെ കുഫുറ കാരണം കൊണ്ടിട്ടു, നിങ്ങ കാട്ടിയങ്ങനത്തെ നന്ദി കേടുற കാരണം കൊണ്ടിട്ടു ഇതാ എണ്ട് നിങ്ങ ഈ നരക്കത്തുക്ക് പ്രവേശിച്ചിട്ട് ബന്ധു പോറുണ്ട്. അല്ലാഹു തആല ശക്തമായ ഭാഷയിൽ ചൊല്ലങ്ങനത്തെ പലക്ക. അത് കഴിഞ്ഞിട്ട് അല്ലാഹു ചൊന്നിട്ടുള്ള اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. اليوم ആ നാൾ കണ്ട് നഖ്തിമു അലാ അഫ്വാഹിഹിം, അങ്ങനെ ബായിഗ്നങ്ങ ബീഗയിഡ്ര, അങ്ങനെ ബായിഗ്നങ്ങ സീലിഡ്ര, അങ്ങനെ ബായിടനങ്ങ ബന്ധാക്കി ಬಿಡ್ರ, അങ്ങുകു പലക്ക വരെയാവാത്ത രൂപത്തിൽ അങ്ങനെ ബായിടനങ്ങ ബന്ധാക്കി ಬಿಡ್ರ. എന്നിട്ട് ഒത്തു കല്ലിമുന ഐദീഹിം, അങ്ങനെ കൈങ്ങ ഞങ്ങളൊട്ടിಗೆ മുൻപ്രു, വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ, അങ്ങ് ആക്കിക്കൊണ്ടിരുന്നങ്ങനത്തെ ഓരോ പ്രവർത്തനങ്ങളെ ಬಗ್ಗೆ അങ്ങനെ കാലുങ്ങ സാക്ഷി ചൊല്ലു. കൈങ്ങ ഞങ്ങളിട്ട മുൻപ്രു കാലുങ്ങ സാക്ഷി ചൊല്ലു, അങ്ങ് ആക്കിയ ഓരോ പ്രവർത്തനങ്ങളെ ಬಗ್ಗೆ കാലുങ്ങ ഞങ്ങളിട്ട സാക്ഷി ചൊല്ലങ്ങനത്തെ ഒരു നാളെയിട്ടിക്കരുത്. നരക്കത്തെ ആൽമാരെ നരക്കത്തുക്ക് നിങ്ങൾ പ്രവേശിക്കോറു ചൊല്ലുമ്പോ ചില ആൽമാർ ചൊല്ലാറ്, റബ്ബേ നീന് ഇപ്പൊ ഞങ്ങൾക്ക് ചൊന്നോട്ടില്ലങ്ങനത്തെ ഞങ്ങ ആക്കിറാ ചൊന്നോട്ടില്ലങ്ങനത്തെ ദോഷങ്ങ ഞങ്ങ ആക്കിട്ടില്ല റഹ്മാനെ, ഞങ്ങ അങ്ങനത്തെ പ്രവർത്തനങ്ങന്തും ആക്കിട്ടില്ല എന്ന രൂപത്തില് ചില ആൽമാര് ഒന്ന് ചൊന്നു നോക്കിടാറ്. അല്ലാഹു ഒരു ഹദീസിൽ കാണുകോടു, യുദ്അൽ കാഫിറു വൽ മുനാഫിഖു യൗമൽ ഖിയാമത്തി ലിൽ ഹിസാബ്, മുനാഫിഖായവനു കാഫിറായവനു ഹിസാബ് ഗുബേനായിട്ട് നാളെ ആഖിറത്തിലെ അവന്റെ കുട്ടിയൊണ്ടു പണ്ടാർ. ഫയഅരിദു അലൈഹി റബ്ബഹു അമലഹു, അല്ലാഹു തആല അവനാക്കിയ അങ്ങനത്തെ പ്രവർത്തനങ്ങളെല്ലാം അവന്റെ മുന്നിൽ അല്ലാഹു തആല പ്രത്യക്ഷാക്കി കൊടുക്കട, അതിരെ പ്രദർശനാക്കി കൊടുക്കട. ഫയജഹദുഹു, അപ്പോൾ അതിരെ നിഷേധിക്കട, ഞാൻ ഇത് ഇങ്ങനത്തെ ഒരു പ്രവർത്തനം നാനാക്കിയിട്ടില്ല, ഇത് നന്റെ പേരിൽ വെറുതെ എഴുതിയതാണ് എന്ന രൂപത്തിൽ അവൻ നിഷേധിക്കട. എന്നിട്ട് അവൻ ചൊല്ല, ഐ റബ്ബി വഇസ്സതിക് ലഖദ് കതബ അലയ്യ ഹാദൽ മലികു മാ ലം അഅലം, ഓ നന്റെ റബ്ബേ, നിന്റെ ഇസ്സത്തിരെ ആണവിട്ടിട്ട് ഞാൻ ചൊന്നിട്ടില്ല, ഈ മലക്ക് ഞാൻ ആക്കാത്തങ്ങനത്തെ പ്രവർത്തനങ്ങളെ നന്റെ പേരിൽ വെറുതെ എഴുതി വെച്ചതാണ് എന്ന് മലക്കിടെ മേൽ ആരോപ്പാക്കിയിട്ടുണ്ടോ.
അപ്പൊ മലക്ക് ചൊല്ലു, ഫയഖൂലുൽ മലക്കു അമാ അമിൽത കദാ ഫി യൗമി കദാ ഫി മകാനി കദാ, നീ ഇന്നാലിന്ന നാളില് ഇന്നാലിന്ന ജാഗത്തിൽ വെച്ചിട്ട് ഇന്നാലിന്ന പ്രവർത്തനം നീ ആക്കിയിട്ടില്ലേ എന്ന് കേക്കിടും. അപ്പൊ ആ കാഫിർ മുനാഫിഖായോണ് ദോഷിയായോണ് ചൊല്ല, ലാ വഇസ്സതിക ഐ റബ്ബി മാ അമിൽതുഹു, ഓ റബ്ബേ നിന്റെ ഇസ്സത്ത് റാണിട്ടിട്ടെന്നാണ് ചൊന്നിട്ടില്ല, ഞാനത് ആക്കിയിട്ടേ ഇല്ല റബ്ബേ. അങ്ങനെ ചൊല്ലുമ്പോ ഖുതിമ ഫൈദാ ഫഅല ദാലിക ഖുതിമ അലാ ഫീഹി വതകല്ലമത് അഅളാഉഹു, അങ്ങനെ ആവുമ്പോഴാണ് അവന്റെ ബായിക്ക് സീലിട്ട് വിടുറേ, എന്നിട്ട് അവന്റെ അവയവങ്ങ എല്ലാം മുണ്ടകു സ്റ്റാർട്ട് ആക്കിട്. അവന്റെ കൈങ്ങ മുണ്ടു, അവന്റെ ബായിങ്ങ മുണ്ടു, അവന്റെ ബായി മുണ്ടു, അവന്റെ കണ്ണ് മുണ്ടു. അവനാക്കിയ ഓരോ ദോഷങ്ങൾ എടുത്തു ചെന്നിട്ട് അവന്റെ കണ്ണുങ്ങ മുണ്ടി മുണ്ടു പലക്ക് പറ്റി, കാലുങ്ങ മുണ്ടകു സ്റ്റാർട്ട് ആക്കിട്. ಅದರ ಬಗ್ಗೆയാണ് അല്ലാഹു തആലയുടെ ഖുർആനിൽ ചൊന്നിട്ടില്ലേ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. പിന്നൊരു ഹദീസിൽ കാണ്ട് ആഖിറത്തിൽ വെച്ചിട്ട് ഒരു അബ്ദ് അടിമയായവന് ചൊല്ലുക, യാ റബ്ബി അലം തുജിർനി മിനൽ ദുൽം, ഓ റബ്ബേ നീന് ഒരിക്കലും അന്യായാക്കാത്തവനല്ലേ, അക്രമ അന്യായാക്കണത് ഒരിക്കലും അന്യായാക്കുക നിക്ക് നീന് ആക്കാത്തവനല്ലേ. അപ്പൊ അല്ലാഹു തആല ചൊല്ല വെക്കൂ. അപ്പൊ അബുദായവന് ചൊല്ല, അടിമയ ഒരു മനുഷ്യ ചൊല്ല, ഫഇന്നി ലാ ഉജീസു അലാ നഫ്സി ഇല്ലാ ഷാഹിദൻ മിന്നി, നന്റെ പ്രവർത്തനങ്ങളെ ಬಗ್ಗೆ നക്ക് കിട്ടിയങ്ങനത്തെ റിപ്പോർട്ടു, നക്കിയ ഈ നാളുണ്ട് കിട്ടിയങ്ങനത്തെ ഈ റിപ്പോർട്ടർ ഒരു സാക്ഷിയായിട്ട് നാണല്ലാത്തൊരു സാക്ഷി നാൻ വേറെ ആളുടെ സ്വീകരിക്കാലെ, നക്ക് നണ്ടമേ സാക്ഷിയായിട്ട് നക്കേ നാണേ വേണു എന്ന രൂപത്തിൽ ഒന്നുണ്ട്. അപ്പോഴാണ് അല്ലാഹു തആല, അതായത് മലക്ക് അവന്റെ ಬಗ್ಗೆ സാക്ഷി ചൊല്ലുമ്പോ അവൻ അത് സ്വീകരിക്കില്ലേ, അതിനെ നിഷേധിക്കട. അപ്പൊ യുഖ്തമു അലാ ഫീഹി വയുഖാലു ലിജവാരിഹിഹി ഇൻതിഖി, അവന്റെ ബായിക്ക് സീലിടുവാട്ടാറ്, ബായി ബന്ധാവുടു, എന്നിട്ട് അവന്റെ അവയവങ്ങ മുണ്ടോകു സ്റ്റാർട്ടാക്കട. അല്ലാഹു തആല അവയവങ്ങളുടെ മുണ്ടോകു വേണായിട്ട് ആദേശം കൊടുക്കൂട. അപ്പൊ ഓരോ അവയവങ്ങ മുണ്ടോകു തുടങ്ങട്. അപ്പോഴാണ് അവന് ചൊല്ലെ, ബുഅദല്ലകുന്ന വസുഹ്ഖാ, നാശായി പോട്ട് ഓന്നണ്ട അവയവങ്ങളെ, ഓന്നണ്ട തടി എനിക്ക് നാശാവട്ട്, ഫഅൻകുന്ന കുന്തു നാദിലു, ഇത്രത്തോളം നാണ് നിങ്ങക്ക് വേനായിട്ടല്ലേ ഈ അള്ളാഹുടെ മുന്നിൽ നാണ് വാദാക്കിയോണ്ടിന്നെ, നിങ്ങളെ രക്ഷപ്പെടുത്തുക നാണ് വാദാക്കിയോണ്ടിന്നെ, ഞാൻ അതാക്കിട്ടില്ല ഇതാക്കിട്ടില്ല ചെന്നിട്ട് നാണ് ഇവിടെ കളവ് ചെന്നോണ്ടിന്നെ, നിങ്ങക്ക് വേനായിട്ടല്ലേ ഇപ്പൊ നിങ്ങമേ നണ്ട വിരുദ്ധമായിട്ട് നിങ്ങ സാക്ഷി ചൊല്ലുക ഭർത്തായിടാറ എന്ന രൂപത്തില് സ്വന്ത തടിരമേ പറയിടങ്ങൻതൊരു നാലാണ് മന്തി, സ്വന്ത തടിരമേ കൺട്രോൾ ആക്കാവാത്തങ്ങനത്തെ നാല്, തടിര ഓരോ അവയവങ്ങ പലക്ക് വരങ്ങനത്തെ നാലാണ്. ಅದರ ಬಗ್ಗೆയാണ് അല്ലാഹു കൂടി ചൊല്ലിട്ട്, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അങ്ങനെ ബായി മുണ്ടു, അല്ല ബായി ബന്ധായിട്ട് അങ്ങനെ കൈങ്ങ അങ്ങനെ കാലങ്ങ മുണ്ടങ്ങനത്തെ നാലായിട്ടിക്കറത്. അപ്പൊ അത്രയും ഒരു വളരെ ഭീകരമായിട്ടുള്ള അങ്ങനത്തെ പേടിപ്പാട്ടങ്ങനത്തെ ഒരു നാലായിട്ടിക്കത്. അങ്ങനെ കൈങ്ങ ബായിങ്ങ മുണ്ട വെറും അങ്ങനെ ദോഷത്തെ ಬಗ್ಗೆ മാത്രല്ല, നല്ല കാര്യാക്കി നിങ്ങൾ നല്ല കാര്യത്തെയും ബഗ്ഗിയും നാല് സാക്ഷി ചൊല്ലു നിങ്ങളെ അവയവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ ചൊന്നതായിട്ട് കണ്ടു, അലൈകുന്ന ബിത്തസ്ബീഹി വത്തഹ്ലീൽ വത്തഖ്ദീസ്, നിങ്ങ ധാരാളമായിട്ട് നിരന്തരമായിട്ട് തസ്ബീഹും തഹ്ലീലും നിങ്ങൾ ചൊന്നോട്ടിക്കോറൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആലയുടെ പരിശുദ്ധമാക്കണം അങ്ങനത്തെ വാക്യങ്ങ, അല്ലാഹു തആലയുടെ തഹ്ലീൽ നിങ്ങൾ ചൊന്നോട്ടിക്കോറൂ. വഅഖിദ്ന ബിൽ അനാമിലി, നിങ്ങ എന്താക്കുറു അതിന് നിങ്ങ ബെർലിൽ എണ്ണൊരു, നിങ്ങ ബെർലിൽ അതിരെന്താക്കുറു നിങ്ങ ചൊല്ലങ്ങനത്തെ തഹ്ലീലും നിങ്ങ ചൊല്ലങ്ങനത്തെ സുബ്ഹാനല്ലാഹ് അല്ലാഹുടെ ദിക്റുകളെ നിങ്ങ ബെർലുങ്ങളെ കൊണ്ടിട്ട് എണ്ണൊരു. എന്തികാണ് ബെർലുങ്ങളെ കൊണ്ട് എണ്ണടെ, ഫൈന്നഹുന്ന മസ്ഊലാത്തുൻ വമുസ്തൻതഖാത്തുൻ,
ആ ബെർലിങ്ങലെ നാല് അല്ലാഹു തആല ബെർലിങ്ങൾട്ട സുആല് കേക്കട, ക്വസ്റ്റ്യൻ കേക്കട. ഓ കയ്യേ, ഈ മനുഷ്യ നിന്റെ കൊണ്ടിട്ട് എന്തെല്ലാം പ്രവർത്തനാക്കിരാണ്ട് കേൾക്കുമ്പോ ആ കൈങ്ങ നല്ല സാക്ഷി ചൊല്ലകൂ. നന്റെ കൈ കൊണ്ടോണു തസ്ബീഹ് ചൊന്നുറ, തഹ്ലീൽ ചൊന്നുറ, സ്വലാത്ത് ചൊന്നുറാണ്ട് നല്ല ഞങ്ങളെ പരമായിട്ട് സാക്ഷി ചൊല്ലുകുമേനായിട്ട് നിങ്ങ കയ്യിലെ കൊണ്ടിട്ട് ആ ബെർലിങ്ങളെ കൊണ്ടിട്ട് നിങ്ങ തസ്ബീഹയുടെയും തഹ്ലീലിന്റെയും എണ്ണൂറുണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടി ഉണ്ടുണ്ടു. അപ്പൊ നല്ല കാര്യത്തെ ബഗ്ഗെയും ചൊല്ലുകാടുണ്ടാണ് അർത്ഥ. അപ്പൊ നല്ല കാര്യങ്ങളാക്കിന്നെങ്കിൽ നാളെ നല്ല രൂപത്തിൽ നമുക്ക് സാക്ഷി നിൽക്കുന്നത് ഞങ്ങൾ അവയവം. പിന്നെ ഒരു ഹദീസിൽ കാണ്ട് ഒരു അബുദായ ഉണ്ട് നാല് ആഖിറത്തിൽ അവന്റെ അവയവങ്ങ അവനാക്കിയ ദോഷത്തെ ಬಗ್ಗೆ ഇങ്ങനെ സാക്ഷി ചെന്നോണ്ടിക്കൂ. ആ ടൈമുള്ള അതാ അവന്റെ കണ്ണിടെ റെപ്പങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു റെപ്പ, കൺറെപ്പയുടെ കൂട്ടത്തിൽ നിന്ന് ഒരു റോമ പാരി എണിച്ചിട്ട് പണ്ട് എന്നിട്ട് ആ കണ്ണിടെ ആ ചെറിയൊരു റോമ സാക്ഷി ചൊല്ലു. എന്തിനു ചൊല്ലു? റബ്ബേ, ഈ മനുഷ്യ നിന്റെ പേടിച്ചിട്ട് ഓർക്ക് ബുൽപുട്ട റബ്ബേ എന്ന രൂപത്തില് അവന്റെ കണ്ണിടെ റെപ്പെ എന്താക്കട് സാക്ഷി ചൊല്ലു. അവനുകു പരമായിട്ട് സാക്ഷി ചൊല്ലു. അപ്പൊ ലഹു അവനുകു അള്ളാഹു താല എല്ലാം പുറത്തു കൊടുക്കണം, അവനുക്ക് മാഫാക്കി കൊടുക്കുക. അപ്പൊ വയുനാദി മുനാദിൻ അപ്പൊ ഒരു അനൗൺസ്മെന്റ് കേൾക്കുക അവിടെ എന്തിരെ ഹാദാ അതീഖുല്ലാഹി ബിശഅറത്തിൻ, ഒരു ചെറിയ റോമ കൊണ്ടിട്ടു അള്ളാഹു താല നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് ആലയിട്ടിക്കരുതാ എന്നൊരു വിളി കേൾക്കൂ. അപ്പൊ നല്ല കാര്യമാക്കിന്നെങ്കിൽ നല്ല കാര്യത്തെ സാക്ഷി ചൊല്ലുകും ഞങ്ങൾ അവയവം കൈക്കറിയിട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാവും. ബെടക്കായ കാര്യമാക്കിന്നെങ്കിൽ ബെടക്കായ കാര്യത്തെയും സാക്ഷി ചൊല്ലും. ويوم يحشر أعداء الله إلى النار فهم يوزعون. ഖുർആനിൽ അല്ലാഹു തആല ചൊന്നിട്ടുള്ള അല്ലാഹു തആലയുടെ ശത്രുങ്ങ നരകത്തുക്ക് ബൽച്ചേ നരകത്തുക്ക് അള്ളാഹുടെ ശത്രുങ്ങനെ ബലിച്ചേർത്തോണ്ട് പോണ്ടങ്ങനത്തെ ആ നാല് നരകത്തിലേക്ക് എല്ലാരെയും മാറ്റി ഓടിക്കിടങ്ങനത്തെ നാല്. എന്നിട്ട് ഹത്താ ഇദാ മാ ജാഊഹാ ഷഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അങ്ങനെ നരകത്തുക്ക് പറയുമ്പോ അങ്ങനെ കാതും അങ്ങനെ കണ്ണും അങ്ങനെ ചർമ്മങ്ങെല്ലാം കംപ്ലീറ്റ് തടിയെല്ലാം അങ്ങാക്കി അങ്ങനത്തെ പ്രവർത്തനങ്ങളെ സാക്ഷി ചൊല്ലൂ. കണ്ണും കാലും അങ്ങനെ ഇടീ തടിയെ എന്താക്കട് അങ്ങാക്കിയ പ്രവർത്തനങ്ങളെ ಬಗ್ಗೆ സാക്ഷി ചൊല്ലൂ. അപ്പൊ അങ്ങ് കേക്കടാർ വഖാലൂലി ജുലൂദിഹിം ലിമ ഷഹിത്തും അലൈനാ, അങ്ങനെ തടിരൊട്ടിക്ക് കേക്കുവാർ എന്തിക്ക് ഞങ്ങളെ വിരുദ്ധമായിട്ട് ഞങ്ങളെ എതിരായിട്ട് നിങ്ങ സാക്ഷി ചൊന്നുറാറ്. അപ്പ തടി ചൊല്ലു അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈ, എല്ലാ വസ്തുങ്ങനെ ഏതൊരു വസ്തുതയും മുണ്ടുപാട്ടുക അങ്ങനത്തെ അള്ളാഹുവാണ് ഞങ്ങളെ മുണ്ടുപാട്ടിരേ. ഞങ്ങളെ സ്വന്തം സാമർഥ്യം കൊണ്ടിട്ട ഞങ്ങളെ കഴിവ് കൊണ്ടിട്ടല്ല മുണ്ടിരേ. ഏതൊരു വസ്തുതയും മുണ്ടുപാട്ടുക അങ്ങനത്തെ അള്ളാഹുവാണ് ഞങ്ങളെ മുണ്ടുപാട്ടിരേ. അതുകൊണ്ട് ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എല്ലാം ഞങ്ങൾ തടിയെല്ലാം സാക്ഷി ചൊല്ലു. അതിനെ ಬಗ್ಗೆ പേടിക്കെട്ടിട്ടാണ് അള്ളാഹു താല എച്ചരിക്ക തന്നോട്ടില്ലേ. നിങ്ങ നാലാഖിറത്തിൽ എങ്ങനെയെങ്കിലും ബച്ചാവാറ് എന്ന് വിചാരിക്കണ്ട. നിങ്ങളെ സ്വന്തം തടിയെ നിങ്ങളെ വിരുദ്ധമാവണങ്ങനത്തെ നാലായിട്ടിക്ക്. ഒരു ഹദീസിൽ കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ഇന്നി ലഅഅലമു ആഖിറ റജുലിൻ മിൻ ഉമ്മത്തി യജൂസു സിറാത്ത്. നാല് ആഖിറത്തില് സിറാത്ത് പാല കടക്കിടങ്ങനത്തെ അവസാനത്തെ വ്യക്തിയുടെ ಬಗ್ಗೆ നക്ക് ഗൊಂತುಂಡು. ആ മനുഷ്യ സിറാത്ത് പാലത്തെ മേലില് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പോയോണ്ടിക്കട. അവർക്ക് അപ്പറ ആಡ್ರ, അവർക്ക് അപ്പുറം ആൾഡ, അവർക്ക് ഇപ്പുറം ആൾഡ, ഇങ്ങനെ മാലിയോണ്ട് പോണ്ട. അവർക്ക് അവന്റെ കൈ അവನು പിന്നെ
ഇങ്ങനെ പറഞ്ഞോണ്ടാണ് അവന് പോയിട്ടില്ല. അവന്റെ കൈ ഒർക്കലെ ജാരിട്ട് ഒർക്കവണു ഒർക്കെന്താവണം അവനക്ക് നരകത്തെ തീ അവനക്ക് ഇങ്ങനെ തട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ജാരിട്ട് കൽക്കീലായപ്പോ നരകത്തെ തീ തട്ട്. പിന്നൊരുക്ക അവന്റെ കാലിങ്ങനെ ജാറ് അപ്പൊ പിന്നെയും നരകത്തെ തീ തട്ട്. ഇങ്ങനെ ഭാരി കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ സുറാത്ത് പാല ഇങ്ങനെ നടക്കിടങ്ങനത്തെ സുറാത്ത് പാല കടക്കിടങ്ങനത്തെ ഒരു വ്യക്തിയുടെ നക്ക് ഗൊന്തുണ്ടു. അപ്പൊ മലക്ക് ഞങ്ങളുടെ അവന്റെ കേക്കിടാറ് അള്ളാഹു താല നിന്റെ ഈ ഒരു കഷ്ടത്തിൽ നിന്നിട്ട് അള്ളാഹു നിന്റെ രക്ഷപ്പെടുത്തിയെങ്കിൽ എങ്ങനെക്കൂ എന്നിട്ട് നിക്ക് നേരെ നടക്കും പോലെ ആക്കേണ്ടെങ്കിൽ നീൻ ആക്കിയങ്ങനത്തെ എല്ലാ പ്രവർത്തനങ്ങളെ റിപ്പോർട്ടു നീ നമുക്ക് ചൊന്തണ്ടേ. നീന് ആക്കിയ എല്ലാ പ്രവർത്തനങ്ങളെ ಬಗ್ಗೆ ഞങ്ങളുടെ നീ ചൊന്തണ്ടേ. നിന്റെ നേരെ കറക്റ്റ് നടപ്പാട്ടിട്ട് അപ്പുറത്തേക്ക് എത്തുപാട്ടെങ്കിൽ ഈ പാലത്തപ്പുറത്ത് എത്തുപാട്ടെങ്കിൽ നീന് ആക്കിയങ്ങനത്തെ പ്രവർത്തനങ്ങളെല്ലാം ചൊന്തണ്ടേ ഉണ്ടോട്ടെ മലക്ക് കേക്കിട. അപ്പൊ അവന് ചൊല്ല അള്ളാഹുടെ ഇസ്സത്താണ് നാൻ ഒരു പ്രവർത്തനയും ഞാൻ മറച്ചു വെക്കില്ല, ഞാൻ എല്ലാം ചൊന്തണ്ടാണ് ചൊല്ലും. അപ്പ മലക്കുങ്ങ ചൊല്ലാറ് ഫംഷി സവിയ നടക്ക് നീ നേരെ നടക്ക് നീ കഷ്ടപ്പെട്ട് നീ നേരെ നടക്കും. അങ്ങനെ അവನು നേരെ നടന്നിട്ട് സുറാത്തു പാല കിടക്കിട. അപ്പൊ അവണ്ടിട്ട് ചൊല്ലാറ് അങ്ങനെ പാലില കടന്നാൽ പിന്നെ മലക്കുങ്ങ അവണ്ടിട്ട് ചൊല്ലാറ് അഖ്ബിർനാ ബി അമലിക്കല്ലദി അമിൽത, ഇപ്പൊ ചൊല്ലു നീ ആക്കിയ പ്രവർത്തനങ്ങളെല്ലാം റിപ്പോർട്ട് ഓരോന്ന് എണ്ണി എണ്ണി നീ ചൊല്ലു. അപ്പൊ അവನು സ്വന്തം മനസ്സിലിങ്ങനെ വിചാരിക്കട, നാന് ഈ മലക്കുങ്ങൾട്ട് ഇപ്പൊ ഞാൻ ചൊന്നു കൊടുത്തേണ്ടെങ്കിൽ റദ്ദൂനിയില മക്കാനി, പിന്നെ നന്റെ പിറകെ ഇങ്ങനെ കടത്തുവാറല്ലേ. എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെട്ടു വന്നരെ, പാലെങ്ങനെയെങ്കിലും ദാട്ടിയോണ്ട് വന്നരെ, ഞാൻ നിങ്ങൾക്ക് മുന്നിലെല്ലാം റിപ്പോർട്ടെല്ലാം ഇപ്പൊ ഓതി കൊടുത്തേണ്ടെങ്കിൽ നന്റെ പിറകെ കടത്തുവാറല്ലേ. അപ്പൊ അവನು ചൊല്ല അങ്ങനെ വിചാരിച്ചിട്ട് അവನು മലക്കുങ്ങൾട്ടെ ചൊല്ല ലാവ ഇസ്സത്തിഹി മാദുനബുത്തു ദംബം ഖത്തു, നാനൊരു ദോഷവും ആക്കിയിട്ടില്ല, അള്ളാഹുടെ ഇസ്സത്താണ് നാനൊരു ദോഷവും ആക്കിയിട്ടില്ല. അപ്പ മലക്കുങ്ങ അവളുടെ ചൊല്ലുവാറ് ലനാ അലൈക ബയ്യിനത്തുൻ, അങ്ങനെ നീ കളവ് ചെന്നിട്ടൊന്നൊരു രക്ഷപ്പെടുക നോക്കണ്ട, നിന്റെ വിരുദ്ധമായിട്ട് ഞങ്ങളിട്ട സാക്ഷി ഉണ്ടു, നിന്റെ വിരുദ്ധമായിട്ട് സാക്ഷി ചൊല്ലുക ഒരു സാക്ഷി ഉണ്ടു ചൊല്ലാൻ. അപ്പൊ ആ മനുഷ്യ പയൽത്തഫിത്തു യമീനം ഷിമാലൻ, അപ്പറ ഇപ്പറ വലത്തമൂത്ത് എടുത്തമൂത്തെല്ലാം ഒന്ന് തിരിഞ്ഞിട്ട് മനുഷ്യന്മാർ ആരെങ്കിലും ഇല്ലാറ നന്റെ വിരുദ്ധമായിട്ട് സാക്ഷി ചൊല്ലുക, നാണ് ഓരോ ബെടക്കായ പ്രവർത്തനെല്ലാം ആക്കുമ്പോ അത് കണ്ടോണ്ടിന്നങ്ങനത്തെ മനുഷ്യന്മാർ ആരെങ്കിലും നന്റെ വിരുദ്ധമായിട്ട് സാക്ഷി ചൊല്ലുക ഉള്ളാറാണ്ട് അപ്പരിപ്പറ നോക്കുക. പക്ഷെ ആരെയും കാണില്ല. അപ്പൊ അവനക്കൊരു ധൈര്യമുണ്ട്. അപ്പൊ അവൻ ചൊല്ല ഹാത്തു ബയ്യനത്തക്കും, നോക്ക നിങ്ങളെ സാക്ഷിക്കും നിങ്ങൾ മുന്നോൽ വയ്ക്കോർ നോക്ക, എന്താണ് നിങ്ങളെ തെളിവ്, നാണ് തപ്പാക്കിയ ചൊന്നേക്ക്. അപ്പൊ അവന്റെ ഫയുഫ്തമു അലാ ഫീഹി, അവന്റെ ബായിക്ക് സീലിടുപാട്ടാറ്, അവന്റെ ബായി ബന്ധാക്കിടാറ്. അവനാക്കിയ പ്രവർത്തനങ്ങളെ ಬಗ್ಗೆ അവന്റെ കൈയിങ്ങ കാലുങ്ങ എല്ലാം സാക്ഷി ചൊല്ലകു സ്റ്റാർട്ടാക്കിട്. അപ്പൊ അവനെല്ലാം ഒപ്പിയുള്ള നാനേ ഇതാക്കിരേ നോക്കൊരു ഇത്രയെല്ലാം അള്ളാഹു ചൊന്നിട്ടും അവസാനമായിട്ട് അള്ളാഹു ചൊല്ല ഇത് ഹബ് ഫഖദ് ഗഫർതുഹാ ലക, അവನು ചിലപ്പോ ദുനിയാവുല് ആക്കിങ്ങനത്തെ എന്തോ ഒരു നല്ല കാര്യക്കു ചിലപ്പോ ആ നല്ല കാര്യത്തെ പേരിലേട്ടിക്കു അള്ളാഹു താല അവസാനമായിട്ട് ചൊല്ല നീ നിക്കെല്ലാം നാണ് പുറത്തന്നരേ. അത് ചിലപ്പോ എന്തെങ്കിലും ഒരു നല്ല കാര്യം, ആരെങ്കിലും ഒരു മനസ്സിൽ സന്തോഷം ഉണ്ടാക്കിയ കാര്യമാ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കഷ്ടത്തെ ടൈമിൽ ചിലപ്പോ ഹെൽപ്പ് ആക്കിയ കാര്യമാ, എന്തെങ്കിലും ഒരു നല്ല കാര്യം ഇട്ടിക്കും. ആ നല്ല കാര്യത്തെ മുതൽ അതിന് കാരണമായിട്ട് അവന് ദോഷാക്കിട്ട് എന്തെങ്കിലും അള്ളാഹു അവനക്ക് പുറത്തു കൊടുത്തിട്ട് അവനെ രക്ഷപ്പെടുത്തുക. അപ്പൊ എല്ലാരെ ബായും ബന്ധാക്പാട്ടിട്ട് സ്വന്തം തടി കൊണ്ടിട്ട് പാട്ടുന്നത്തെ നാലാണ്. ആ നാളുടെ ಬಗ್ಗೆ പേടിക്കെട്ടിട്ടാണ് അള്ളാഹു താല കൂടെ ഞങ്ങളുടെ ചൊന്നത്. നെക്സ്റ്റ് ആയത്തില് 66-ാമത്തെ ആയത്ത് അള്ളാഹു ചൊല്ല വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖു الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. ഇത്രയെല്ലാം ചൊന്നിട്ടു അള്ളാഹു താല സ്വർഗത്തെ ബഗ്ഗിയുള്ളങ്ങനത്തെ
നല്ല നല്ല കാര്യം ചെന്നിട്ട് കൊതി ഉണ്ടാക്കുപാട്ടിട്ടും അതുപോലെ നരക്കത്തെ പേടുപാട്ടിട്ടും ഇതിനെയും സ്വീകരിക്കാത്ത ആൾമാരിക്കുവാർ അങ്ങ ഭാരി സമാധാനത്തിലേക്ക് എന്തിരേ നരക്ക ചൊല്ലത് മരിച്ചൽ പിന്നല്ലേ, മരിച്ചൽ പിന്നത്തെ ശിക്ഷയല്ലേ, നോക്കുക അണ്ട് എന്തെങ്കിലും ആക്കുക. പിന്നെ ഇപ്പൊ ദുനിയാവിലെന്താവക്ക് പോണില്ലല്ലേ, ദുനിയാവിലെന്തും അള്ളാഹു ശിക്ഷിക്കാറല്ലേ ചൊല്ലുന്ന ഒരു സമാധാനത്തിൽ ചിലപ്പോ ഇക്കുവാർ അങ്ങനത്തൊന്നുമില്ല ഒരു എച്ചരിക്കയാണ് നെക്സ്റ്റ് അള്ളാഹു താല ചൊല്ലു പോണ്ടേ. ദുനിയാവിലും അള്ളാഹു താല നങ്ങ ആക്കണങ്ങനത്തെ ദോഷത്തുക്ക്, നങ്ങ ആക്കണങ്ങനത്തെ നന്ദികേടായിട്ടുള്ള പ്രവർത്തനത്തുക്ക് അള്ളാഹു ശിക്ഷിക്കില്ലാണ്ട് ആരും വിചാരിക്കണ്ട. ഞങ്ങളുടെ മുന്നോട്ട് കഴിഞ്ഞു പോയങ്ങനത്തെ സമുദായത്തെല്ലാം നോക്കിയിട്ടായെങ്കിൽ ചെമ്മത്തെ ആൾമാർക്ക് അള്ളാഹു താല ദുനിയാവിലെ വലിയ വലിയ ശിക്ഷ കൊടുത്തതായിട്ട് നമുക്ക് കാണുക. ആ ദുനിയാവിലെ അള്ളാഹു താലക്ക് ശിക്ഷ തറകാവു ചൊല്ലെ ഒരു എച്ചരിക്കയാണ് നെക്സ്റ്റ് ആയത്തിൽ അള്ളാഹു താല ചൊന്നിട്ടില്ലേ, നങ്ങമാത്ത് വിചാരിച്ചിന്നേണ്ടായെങ്കിൽ നങ്ങ ഉദ്ദേശിച്ചിട്ടിന്നേണ്ടായെങ്കിൽ അങ്ങനെ കണ്ണിടമേ നങ്ങ അങ്ങനെ കണ്ണിട നങ്ങ കണ്ണിടെ ಕಂಪ್ಲೀಟ್ നങ്ങ ಪರ್ಚಿಯಡ್ತಿರಂತ എന്തിരല്ല തൊമസ്ന അല അയുനിഹിം കണ്ണിടെ കാഴ്ച നങ്ങ എടുത്തിರಂತ ಅಂತಲ್ಲ, അങ്ങനെ കണ്ണിടമേ നങ്ങ എന്തിരാക്കിರಂತ ഊരി എടുത്തിರಂತ അതിലെ ಕಂಪ್ಲೀಟ್ കണ്ണേ ഇല്ലാത്ത പോലെ നങ്ങ ആക്കിರಂತ. അങ്ങനെ ആക്കിയെങ്കിൽ എന്താവും ഫസ്തബഖുസ്റാത്ത അങ്ങ ഒരു തെരു മുന്നോട്ട് നടക്കുകയായിട്ട് ഒരു തെരുകങ്ങ പിന്നെ നടക്കുകയായിട്ട് അങ്ങ് ഭർത്താവാറ്. പക്ഷേ ഫാന്ന യുബ്സിറൂ നങ്ങ എവിടെ കാണുക, കാണുക എവിടെ കാവു. അതായത് അള്ളാഹു താല ചൊല്ലേ മനുഷ്യക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് കണ്ണ് ചൊല്ലത്. കണ്ണിൻ ഇല്ലാണ്ടായെങ്കിൽ അതിലൊരു അവസ്ഥ വലിയ ഒരു ദുരവസ്ഥയായിട്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ സ്വന്തമായിട്ട് ഒരു കാര്യം ഞങ്ങളെ കൊണ്ടാക്കുക വലിയൊരു ദൗർബല്യമാണ് കണ്ണിന്റെ കാഴ്ച ഇല്ലാണ്ടിരിക്കുന്നത്. അപ്പൊ അള്ളാഹു താല ചൊല്ല നിങ്ങ ഈ വലിയ കാർബാറിങ് അള്ളാഹു താലയുടെ വിരുദ്ധമായിട്ട് നിങ്ങൾ ആക്കടങ്ങനത്തെ വലിയ വലിയ കാർബാറങ്ങല്ല നിങ്ങളെ അതൊക്കെ നിങ്ങൾ മെയിൻ യൂസ് ആക്കിയിട്ടില്ല നിങ്ങളെ കണ്ണല്ലേ. ആ കണ്ണിടമേ പറിച്ചെടുക്കൂ അള്ളാഹുടെ കൊണ്ട് സാധ്യമാണ്. നിങ്ങൾ വിചാരിച്ചിട്ടായെങ്കിൽ അതിൽ പറിച്ചെടുത്തിറാന്താണ് തൊമസ്നാലായുനിയും കംപ്ലീറ്റ് അതില്ലാത്ത പോലെ അത്ര മായാക്കി വിട്ടുറാന്ത, കംപ്ലീറ്റ് മായാക്കി. സാധാരണ കണ്ണിടെ കാഴ്ച ഇല്ലാത്തങ്ങനെ പ്രത്യക്ഷത്തില് അങ്ങ കണ്ണിക്കരല്ലേ, ഒരു കണ്ണ് ഇന്നതുപോലെ ഞങ്ങൾ കണ്ടു കണ്ണു ഇക്കറങ്ങും അല്ലെ. ജന്മന പിന്നെ അന്ധനായ ഒരാളുടെ ചിലപ്പോ കണ്ണല്ല ആ അയാൾ കണ്ണ് കാണാത്ത ഒരു അലാമത്തല്ല ചിലപ്പോ കാണും, അയാളുടെ കണ്ണിൽ ചിലപ്പോ നമുക്ക് കാണുകയുള്ളൂ. അതേ ടൈമില് മുന്നോലു കാഴ്ച ഇരുന്നിട്ട് പിന്നീട് കാഴ്ച നഷ്ടപ്പെട്ട ആൾമാരെ കണ്ണെല്ലാം മുന്നത്തെ പോലെ മിക്കിട് പ്രത്യക്ഷത്തിൽ അങ്ങ് കണ്ണ് കാണില്ലായിട്ട് നമുക്ക് മനസ്സിലാക്കാവില്ല. പിന്നെ അങ്ങനെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാവുള്ളത്. അപ്പൊ ആ കണ്ണിന്റെ സൗന്ദര്യ അതെല്ലാം അവിടെ ബാക്കിയിക്കിട്. പക്ഷേ കണ്ണേ പറിച്ചെടുത്തിട്ട് ആ ജാഗത്തില് ഇറച്ചി പോലെ വന്നെങ്കിൽ എങ്ങണിക്കും, പിന്നെ മുഖത്തെ ഷേപ്പ് എങ്ങണിക്കും, പിന്നെ അവനക്ക് ഒരു ആൽമാരുടെ പിന്നെ നടന്നു പോകണം, ആൽമാരുടെ ഒന്ന് ഇഞ്ഞു പോകണക്ക് സാധ്യത. അങ്ങനത്തെ ശിക്ഷ കണ്ണേ എടുത്തു വിട്ര അങ്ങനത്തെ ശിക്ഷ അള്ളാഹു താലക്ക് തറകാവു ചൊല്ലൊരു എച്ചരിക്കയാണ് അള്ളാഹു താല തന്നിട്ടില്ലേ. നങ്ങ മാത്രം വിചാരിച്ചിട്ടായെങ്കിൽ കണ്ണെ പറിച്ചെടുത്തറാൻ തങ്ങളെ ഫസ്തബഖുസിറാത്ത് അപ്പൊ അങ്ങ് ഒരു തെരുകു നടക്കുവാനായിട്ട് മുന്നോൽ പോവാറ്. പക്ഷെ ഫാന്നായുബുസിറൂൻ എവിടെ അങ്ങ് കാണുക, കണ്ണില്ലാണ്ട് എവിടെ അങ്ങ് കാണും. ഇങ്ങനെയും അർത്ഥം വെക്ക. അല്ലെങ്കിൽ പ്രത്യക്ഷത്തില് കണ്ണ് ചൊല്ലതിലെ ഒരു ആലങ്കാരിക പ്രയോഗമായിട്ട് ചിലപ്പോ കാണുക. അതായത് മനുഷ്യകു ഏതൊരു കാര്യത്തില് അവനുകു പിന്നെ ഒരു ഐഡിയ കിട്ടുക, ഒരു ഗൈഡൻസ് കിട്ടുക അവനുകുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ബുദ്ധി ചൊല്ലത്. ആ ബുദ്ധി കൊണ്ടിട്ടാണ് ദുനിയാവുടെ സർവ്വ അവന്റെ കാർബാറുകളെല്ലാം അവനാക്കിക്കൊണ്ടില്ലേ. ആ ബുദ്ധി കൊണ്ടിട്ടാണ് അവನು പലതും കണ്ടോണ്ടില്ലേ പലതും അർത്ഥാക്കിക്കൊണ്ടില്ലേ. അള്ളാഹു താല തന്നങ്ങനത്തെ ഒരു വലിയ അനുഗ്രഹമാണ് ആ ബുദ്ധി. ആ ബുദ്ധിയുടെ മേ അള്ളാഹു താലക്ക് നശിപ്പിക്കുക. അള്ളാഹു വിചാരിച്ചു നിങ്ങൾ ആ ബുദ്ധിയുടെ മേ നശിപ്പിച്ചത്, ബുദ്ധി നശിപ്പിച്ചും പിന്നെ അവന്റെ ഈ കാർബാർ ഒന്നും നടക്കില്ല. പിന്നെ അള്ളാഹുടെ നിഷേധിക്കണോണ്ടാ ഒന്നും നടക്കില്ല. ഫാന്ന യുബുസിറും പിന്നെ അവനക്ക് എങ്ങനെ കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നും ഈ ആയത്തിനെ നമുക്ക് മനസ്സിലാക്കാവും. അപ്പൊ അള്ളാഹു താല ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ശിക്ഷ ദുനിയാവിൽ അള്ളാഹു താല തരാം.
ഇനി ഓർത്ത ഇങ്ങനെ ചൊല്ലേണ്ടായെങ്കിൽ എന്തേ ഒരു കണ്ണിടെ ദൃഷ്ടി നഷ്ടപ്പെട്ടത് കൊണ്ട് അല്ലെങ്കിൽ കണ്ണ് നഷ്ടപ്പെട്ടത് കൊണ്ടിട്ട് ഇപ്പൊ എന്തിനാക്കൂടെ അതെ കണ്ണ് മാത്രം നഷ്ടപ്പെട്ടു പോയെങ്കിൽ എങ്ങനെയെങ്കിലും നാം ജീവിക്കൂ ഇവിടെ അള്ളാഹു ചൊന്ന പോലെ കേൾക്കുക നാൻ തയ്യാറില്ല കണ്ണ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ പിന്നെ നന്റെ നാനാക്കടങ്ങത്തെ നന്ദി കേട്ട പ്രവർത്തനങ്ങല്ല കുഫുറിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങല്ല എങ്ങനെങ്കിലും ആക്കി നാൻ ഇവിടെ ജീവിക്കുക ഒരു കണ്ണല്ലേ പോണ്ടേ എന്ന് ഈ ഒരു ശിക്ഷയുടെ ഓർത്ത സസാറായിട്ട് കാണണ്ടെങ്കിൽ അള്ളാഹു താല അതിരക്കാണ് ഒരു വലിയ വാർണിംഗ് ആണ് നെക്സ്റ്റ് തന്നിട്ടുള്ള എന്തിരെ ഇനി ഞങ്ങൾ വിചാരിച്ചിട്ടായെങ്കിൽ മസഖ്നാഹും അങ്ങനെ കോലമേ ചേഞ്ച് ആക്കുക അವಂತ ನಮಗೂ കോലമേ ചേഞ്ച് ആക്കി വിಡ್ರೆ കോലമേ ചേഞ്ച് ആക്കി വിട്ರೆ മനുഷ്യനായോണ്ട് ചിലപ്പോ ഒരു നായി ആക്കി വിಡ್ರೆ അല്ലെങ്കിൽ ഒരു പന്നി ആക്കി വിಡ್ರೆ അല്ലെങ്കിൽ ഒരു മങ്ക ആക്കിയിട്ട് മനുഷ്യരെ കോലമേ ചേഞ്ച് ആക്കി വിಡ್ರೆ അങ്ങനെയും നമുക്ക് ചേഞ്ച് ആക്കുക അವಂತ ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ എന്നല്ല ദുനിയാവുല അങ്ങനെ ഞങ്ങൾ ആക്കി കാട്ടിറ അല്ലെ അള്ളാഹു താല ബനു ഇസ്രായേലിന്റെ ഒരു കൗമുടെ അള്ളാഹു താല മങ്കാക്കിയിട്ട് ബദലാക്കില്ലേ കൂനു ഖിറദതൻ ഖാസിഈൻ നിന്യമായിട്ടുള്ള അങ്ങനത്തെ മങ്കങ്ങ നിങ്ങൾ ആയിവിടറു ചൊന്നിട്ടു ആ സമൂഹത്തൊട്ടിക്ക് ചൊന്നിട്ട് ആ സമൂഹത്തെ മംഗങ്ങളാക്കിയിട്ട് അള്ളാഹു താല ചേഞ്ച് ആക്കിയ അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ അള്ളാഹു താല ചൊല്ലേ ഞങ്ങൾ വിചാരിച്ചിട്ടായെങ്കിൽ മസഖ്നാഹും അങ്ങനെ കോലമേ ഞങ്ങൾ ചേഞ്ച് ആക്കി വിടാം തല മക്കാനത്തിഹിം ಅದಕ್ಕೆಂದು ಕಾತು ನಿಕ್ಕೋಗಿಲ್ಲ അങ്ങ് ഔത്തുക്ക് പോയിട്ട് അങ്ങനെ കോല ചേഞ്ച് ആവണമോ അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു പിന്നെ ഒരു മോത്തില് പോയിട്ട് ചേഞ്ച് ആവണട്ടല്ല അല മക്കാനത്തിഹിം അങ്ങ് ഇന്ന ജാഗത്തിൽ വെച്ചിട്ട് അങ്ങ് ചിലപ്പോ നല്ല മനರಂಜನೆ ആക്കിക്കൊണ്ടുള്ള അങ്ങനത്തെ ഒരു ചിലപ്പോ ഒരു പ്ലേസിലായിട്ടിക്കോ അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കോല ചേഞ്ച് ആക്കണേ അല്ലെങ്കിൽ ഭയങ്കര ഗൗജിലാക്കിക്കൊണ്ടുള്ള അങ്ങനത്തെ അള്ളാഹു താല ചൊന്ന പോലെ ഇല്ലാത്ത അങ്ങനത്തെ ആർഭാടങ്ങളെ കൊണ്ട് നിറഞ്ഞങ്ങനത്തെ ഹറാമുകളെ കൊണ്ട് നിറഞ്ഞങ്ങനത്തെ അങ്ങനെ ഒരു മങ്ങിലത്തെ കാര്യക്രമത്തിലായിട്ടിക്കു ചിലപ്പോ അങ്ങനെ കോലനങ്ങ ചേഞ്ച് ആക്കി വിಡ್ರೆ അങ്ങ ഭയങ്കര പിന്നെ ഹറാമുകളെ കൊണ്ടിട്ട് ഇങ്ങനെ കലിച്ചോണ്ടു പിന്നെ എൻജോയ് ആക്കിയോണ്ട് ചിലപ്പോ ഇക്കുവാറ് അങ്ങനത്തെ ജാഗത്തിലായിട്ടിക്കു ചിലപ്പോ അങ്ങനെ കോലനങ്ങ ചേഞ്ച് ആക്കണം അങ്ങനെയും കോല ചേഞ്ച് ആക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യാവുള്ളൂ ആറും അതെന്തും ആവില്ലാണ്ടെന്നും വിചാരിച്ചിട്ട് ആറും നിക്കണ്ടാണ്ടാണ് അള്ളാഹു താല ചൊല്ലി അങ്ങനെ മാത്ത് കോല മാത്ത് അങ്ങനെ ചേഞ്ച് ആക്കിയിട്ടായെങ്കിൽ പിന്നെ അങ്ങനെ അവസ്ഥ എന്തേ മുലിയൻ അങ്ങ് പിന്നെ അങ്ങക്ക് എതിരു പോവുക അങ്ങനെ കൊണ്ടു സാധ്യാവാല മുന്നോട്ട് പോവുക അങ്ങനെ കൊണ്ടു സാധ്യാവാല വലായർജിഊൻ പിന്നെ പോകും അങ്ങനെ കൊണ്ടു സാധ്യാവാല അങ്ങ് ഇന്ന ജാഗത്തില് പിന്നെ ഇക്കോണാവൂ ചെന്നെങ്കിൽ പിന്നെ അങ്ങനെ ഔത്തുക അങ്ങനെ റിട്ടേൺ ആയിട്ട് പോകുന്നുണ്ട ഔത്തുൽ അങ്ങനെ പിന്നെ സ്വീകരിക്കുവാറ ഒരു മനുഷ്യനായോണു ഒരു നായായി വിട്ടെങ്കിൽ പിന്നെ ഔത്തുൽ അങ്ങനെ സ്വീകരിക്കുവാറ അല്ലെങ്കിൽ അങ്ങ് ഉദ്ദേശിച്ച അങ്ങനത്തെ ഒരു ജാഗയ്ക്കു ചിലപ്പോ അവിടെ അങ്ങനെ സ്വീകരിക്കുവാറ എവിടെയും സ്വീകരിക്കാത്ത രൂപത്തില് നട്ടം തിരിയണായ ഒരു അവസ്ഥ വികാരിയായിട്ട് പോണായ ഒരു അവസ്ഥ ചിലപ്പോ അങ്ങക്ക് ബറു ಅದರ ಬಗ್ಗೆ പേടി ಕಟ್ಟಿ അതെന്തും ആവാത്ത കൊണ്ടിട്ടല്ല അള്ളാഹു താല ഇവിടെ ആക്കാത്തത് അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ അത് അള്ളാഹു ആക്കാന്താണ്ടാണ് ഈ ആയത്തിൽ അള്ളാഹു താല എച്ചരിക്ക തന്നിട്ടില്ലേ അപ്പൊ ദുനിയാവിലെ ആഖിറത്തിൽ ചിലപ്പോ ആഖിറത്തെ ശിക്ഷ ഉണ്ട് അത് വലിയ ശിക്ഷയാണ് ശാശ്വതമായിട്ടുള്ള ശിക്ഷയാണ് കാഫിരിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ശിക്ഷയാണ് ദുനിയാവിടെ എത്രമായിരട്ടി യാറുള്ള അങ്ങനത്തെ വലിയ ശിക്ഷയാണ് അത് പിന്നെ ಅದರ ಬಗ್ಗೆ ഒന്നും പേടി ಹೊರತಾಗಿಲ್ಲ അവണ്ടട്ട ചൊല്ലുകില്ല നമുക്ക് ദുനിയാവിലെ ചിലപ്പോ ഞങ്ങ ശിക്ഷിക്കുക ദോഷം ഇങ്ങനെ ആക്കിയിട്ട് അതിലിങ്ങനെ ടേസ്റ്റിൽ ഇങ്ങനെ മുന്നോട്ട് പോകണ്ട ദുനിയാവിലെ ചിലപ്പോ പിന്നെ നിങ്ങൾക്കുള്ള അങ്ങനത്തെ അവയവങ്ങൾ ചിലപ്പോ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ കംപ്ലീറ്റ് നിങ്ങളെ കോലമേ ചിലപ്പോ അള്ളാഹു താല ചേഞ്ച് ആക്കുക ಅದರ ಬಗ್ಗೆ പേടിക്കട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ദുആർന്നത് കൊണ്ടിട്ടാണ് നബി തങ്ങ ദ്വാരത്തിനെതിരെ പണ്ടത്തെ സമുദായത്തെ അള്ളാഹു താല ഒരു സമൂഹത്തമേ കോല ചേഞ്ച് ആക്കിയതുപോലെ റബ്ബേ നണ്ട ഉമ്മത്തിരെ നീനെന്താക്കണ്ട ഒരു സമൂഹത്തെ ഒന്നടങ്കം കോല ചേഞ്ച് ആവുന്ന രൂപത്തിൽ നീൻ ആക്കിരണ്ട റബ്ബേ എന്ന് ദ്വാരുന്നത് പക്ഷേ ഓരോരുത്തരെ കോല ചേഞ്ച് ആക്കേണ്ടത് ചിലപ്പോ ആവകു ചാൻസ് ഉണ്ടുണ്ടാണ് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ വിശദീകരിക്കുക അള്ളാഹു തആല നിങ്ങൾ ചൊന്നതും കേട്ടതെല്ലാം സ്വാലിഹായ അമാലായി സ്വീകരിക്കുമാറാകട്ടെ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി